ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഇഫ്താർ സ്പെഷ്യൽ നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ ഉണ്ടാക്കിയെന്ന് നോക്കാം. ഞാനിവിടെ ക്യാരറ്റും ക്യാബേജ്, സവാള എടുത്തിട്ടുണ്ട്. പിന്നെ വേവിച്ച് വെച്ച ചിക്കൻ നമ്മൾ ഉപ്പും കുരുമുളകും ഒക്കെ ഇട്ട് വേവിച്ച് മിക്സിയിൽ ക്രഷ് ചെയ്ത് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു പാനിലേക്ക് അല്പം എണ്ണ ആഡ് ചെയ്തിട്ട് ഈ വെജിറ്റബിൾ എല്ലാം ഒന്നിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. ശേഷം നമ്മൾ ആ ചിക്കൻ നടുക്കോട്ടൊന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. നിങ്ങൾ ചിക്കൻ വറുത്ത് പൊടിച്ചിട്ടാൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടും. അല്ല ഇങ്ങനെയാണെങ്കിൽ ഇതായാലും മതി. നന്നായിട്ട് ടോസ്റ്റായിട്ട് കിട്ടും. നല്ല ഒരു റോസ്റ്റ് പരുവമാക്കി അങ്ങ് എടുത്താൽ മതി. പിന്നെ നമുക്ക് മസാല, മുളക് പൊടി, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അല്പം കൂടുതൽ ചേർക്കാം. ഞാനിവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസിലൊക്കെ മാറ്റം വരുത്താം, മസാല ഐറ്റംസിൽ മാറ്റം വരുത്താം. ഞാനിവിടെ പച്ചമുളക് ആഡ് ചെയ്തിട്ടില്ല. കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പച്ചമുളക് അവോയ്ഡ് ചെയ്ത് കുരുമുളകും മുളക് പൊടിയൊക്കെയാണ് കൂടുതലും ഇട്ടത്. അപ്പോൾ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഈ മസാല ഐറ്റംസിലൊക്കെ മാറ്റം വരുത്താം. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിനപ്പോൾ. പിന്നെ അല്ലെങ്കിൽ ആദ്യമേ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്ന വരെ നമുക്ക് നന്നായിട്ട് ഇളക്കി നല്ല ഒരു എന്താ പറയുക, നല്ല വഴറ്റി ഇതിൻ്റെ മസാലയുടെ പച്ചമണവും എല്ലാം മാറ്റിയെടുക്കാം. ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയും പുതിനയിലയും ആഡ് ചെയ്ത് കൊടുക്കാം. അത് അല്പം കൂടെ ടേസ്റ്റ് കൂട്ടും. അപ്പോൾ നമ്മുടെ മസാല ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി വഴറ്റി ഒന്ന് യോജിപ്പിച്ച് നമുക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് പിന്നീട് വേണ്ടത്, അപ്പം മസാല ഇവിടെ റെഡി ആയി കഴിഞ്ഞു. പിന്നീട് അടുത്തായിട്ട് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ മുട്ടയാണ്. 2 മുട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 2 മുട്ടയും അല്പം പാലും ഉപ്പും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത ഐറ്റംസ് എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ബ്രെഡാണ്. ബ്രെഡ് അരിവെല്ലാം സ്ലൈസ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് അരിവ് സ്ലൈസ് ചെയ്ത് മാറ്റിയ ബ്രെഡ് എടുത്തിട്ട് ഈ ബാറ്ററിൽ മുക്കി നമുക്ക് പാനിലേക്ക് ആക്കി കൊടുക്കണം. പാനിൽ അല്പം കുക്കിംഗ് ഓയിൽ, അതായത് 1 ടീസ്പൂണൊക്കെ, ബട്ടറും നെയ്യൊക്കെ ഉള്ളവർക്ക് ആഡ് ചെയ്യാം. ഞാനിവിടെ ബട്ടറും നെയ്യും ഒന്നും എടുത്തിട്ടില്ല. നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് വെച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ ബാറ്ററിൽ മുക്കിയിട്ട് ബ്രെഡ് ഓരോന്നും വെച്ച് കൊടുത്ത് ആ പാൻ മൊത്തം കവർ ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ കവർ ചെയ്തെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ എല്ലാം അങ്ങോട്ട് എന്താ പറയുക, ആ പാത്രത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് മസാല എല്ലാം അങ്ങോട്ട് നിരത്തി കൊടുക്കുകയാണ് അല്ലേ. എല്ലാം നല്ല മസാല നല്ല കൂടുതൽ വേണം, അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടുന്നത്. എന്നിട്ട് വീണ്ടും 2 മുട്ടയും കുറച്ച് പാലും എടുത്തിട്ടുണ്ട്. അതുപോലെ ബീറ്റ് ചെയ്ത് നമ്മൾ ആ പാത്രം ഫുള്ള് കവർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ച് യോജിപ്പിച്ച് ലാസ്റ്റ് ആ മുട്ടയുടെ ഐറ്റംസ് ബാക്കിയുള്ളത് അതിൻ്റെ മുകളിൽ ഒഴിച്ച് യോജിപ്പിക്കുകയും ചെയ്തു. എന്നിട്ട് നന്നായിട്ട് സിമ്മിലാക്കി വെച്ച് അല്പം ഒരു 10 മിനിറ്റോളം അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ആകുമ്പോഴേ ആവും. ഞാൻ ഇച്ചിരി നേരത്തെ പിന്നെ തീ കത്തിച്ചായിരുന്നു. നിങ്ങൾ കുറച്ച് താമസിച്ച് കത്തിച്ചാൽ മതി കേട്ടോ, എല്ലാം ആക്കിയതിന് ശേഷം. എന്തായാലും നല്ല റോസ്റ്റ് പരുവത്തിൽ കിട്ടി. കാര്യത്തിന് വേണ്ടി നമ്മുടെ കുക്കുംബറും തക്കാളിയൊക്കെ മുകളിൽ വെച്ചു. ക്യാപ്സിക്കം ഉള്ളവർക്ക് വെക്കാം. പക്ഷേ എന്തായാലും പെട്ടെന്ന് വേവുകയും ചെയ്യും. നല്ല സൂപ്പർ ഐറ്റവുമായിരുന്നു. ഒരുപാട് മക്കൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം. നമുക്ക് പ്രത്യേകിച്ച് വേറെ ചിക്കൻ ഇല്ലാത്തവർ ആരും വിഷമിക്കേണ്ട. കാരണം മുട്ട റോസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ മുട്ട തോരൻ പോലെ ആക്കിയിട്ട് അങ്ങനെയും മസാല ഉണ്ടാക്കി നമുക്ക് വെക്കാം. അങ്ങനെ ഇത് തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ ഇല്ലാത്തവർ മുട്ടയിലോ, അല്ലെങ്കിൽ മുട്ടയും ചിക്കനും ഇല്ലാത്തവർക്ക് വെറും ഉള്ളിയും വെജിറ്റബിൾസും ആഡ് ചെയ്തായാലും ഉണ്ടാക്കാം. അപ്പോഴും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മസാല ഐറ്റംസിൻ്റെ. എന്നിട്ട് നമ്മൾ കോക്കനട്ട് ബന്നും കേക്കും ഒക്കെ മുറിക്കുന്നത് പോലെ തന്നെ നമുക്ക് നന്നായിട്ട് മുറിച്ചാൽ, ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുക അകം ഒന്നും വെന്ത് കാണത്തില്ല. പക്ഷേ ഇത് ഞാൻ മുറിച്ച് കാണിക്കാം. അതിൻ്റെ അകം എന്ത് സോഫ്റ്റ് ആണെന്നും നല്ല എന്താ പറയുക, നല്ല വെന്ത് നല്ല ഒന്നിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ് നമ്മൾ അറിയുന്നത്. മുട്ടയുടെ ടേസ്റ്റോ അല്ലെങ്കിൽ പാലിൻ്റെ ടേസ്റ്റോ ഒന്നും നമുക്കറിയാൻ പറ്റത്തില്ല. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എന്തായാലും ഒരു പിസ്സ പരുവത്തിനാക്കി എടുക്കാം നമുക്ക്, അല്ലെങ്കിൽ ഒരു കായ്പോള ബ്രെഡിൻ്റെ കായ്പോള എന്നൊക്കെ പറയുമല്ലോ, അതുപോലത്തെ ഒരു ഐറ്റമാണിത്. അടിപൊളിയാണ്. നമ്മളെ വീട്ടിലുള്ള ഐറ്റം വെച്ച് ബട്ടർ ഞാൻ എടുത്തിട്ടില്ല, നെയ്യ് എടുത്തിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിലും നമുക്കിത് തയ്യാറാക്കാമെന്ന് എനിക്കിന്ന് മനസ്സിലായി. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള ഐറ്റംസ് കൊണ്ട് നമുക്ക് എത്രമാത്രം രുചികരമാക്കാം നമ്മുടെ സ്നാക്സുകൾ എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക അല്ലേ. അപ്പം നോക്കിക്കേ, ഞാനിവിടെ എല്ലാം കട്ട് ചെയ്ത് വെച്ചു. ഇനി ഞാനൊരു പീസ് ഞാൻ എടുത്ത് കാണിക്കാം. എന്തായാലും നോമ്പ് മുറിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കഴിച്ചു.
സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയേ, ഇതിൻ്റെ അകമൊക്കെ കണ്ടാൽ തന്നെ അറിഞ്ഞൂടെ എന്ത് നല്ലതുപോലെ വേവുകയും ചെയ്തു. നല്ല അടിപൊളിയായിട്ടൊരു കോക്കനട്ട് ബന്നിനെയൊക്കെ പോലെ നല്ലതുപോലെ കിട്ടുകയും ചെയ്തു അല്ലേ. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കലെങ്കിലും ഇഫ്താറിന് ഇതൊന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നോമ്പ് മുറിച്ചപ്പോൾ നമ്മൾ ടൊമാറ്റോ സോസിൻ്റെ ഒന്നും ഒരു ആവശ്യവും ഇല്ല സത്യം പറഞ്ഞാൽ. നന്നായിട്ട് കഴിച്ചു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം.